ഇന്നത്തെ വാർത്താദിനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കോടതി വിധിയായിരുന്നു ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുണ്ടായത്. ആന എഴുന്നള്ളത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തിരുത്തില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ ദിനമായിരുന്നു. നിയന്ത്രണങ്ങൾ അനിവാര്യമെന്നും ഇളവ് അംഗീകരിക്കാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമോ എന്ന് ബോധ്യപ്പെടുത്താനാകണം. ചങ്ങലയിൽ ബന്ധിച്ച ആനകളെ കണ്ടാണോ ആസ്വാദനമെന്നും കോടതി പരിഹസിച്ചു. മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ നിയമഭേദഗതിക്കാണ് സർക്കാരിന്റെ നീക്കം. എങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങളെന്നും കോടതി പറഞ്ഞതെന്താണെന്നും നമുക്കൊന്ന് പരിശോധിച്ചു വരാം. നിലവിൽ തൃപ്പൂണിത്തറയിൽ നാളെ തുടങ്ങാൻ പോകുന്ന ഉത്സവത്തിന് മൊത്തം 15 ആനകളെയാണ് എഴുന്നള്ളിക്കുന്ന പതിവ്. ഈ പതിവ് ഒരു ആചാരമാണോ എന്നാണ് കോടതി ചോദിച്ചത്. ആചാരമാണ് എന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതി പറയുന്നത്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, നിലവിൽ 22 മീറ്റർ സ്ഥലത്താണ് ഈ 15 ആനകളെ എഴുന്നള്ളിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആനകളെ ചേർത്തു നിർത്തുമ്പോൾ കഷ്ടിച്ച് 1 മീറ്റർ പോലും അകലം സൂക്ഷിക്കാൻ കഴിയുന്നില്ല. അതായത് 2 ആനകളുടെ വയറുകൾ തമ്മിലുള്ള അകലം കോടതി വിധി അനുസരിച്ച് 3 മീറ്റർ ആകണം എന്നുള്ളതാണ്. ഈ ആനയും തമ്മിലുള്ള 2 വയറുകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ ആകണം എന്നതാണ് കോടതി വിധി. എന്നാൽ തൃപ്പൂണിത്തറയിൽ ആകെ 22 മീറ്ററിൽ 15 ആനകൾ അണിനിരക്കുമ്പോൾ കഷ്ടിച്ച് 1.5 മീറ്റർ പോലും ആനകൾ തമ്മിൽ അകലമുണ്ടാകുന്നില്ല എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കോടതി വിധി അനുസരിച്ച് വന്നാൽ 22 മീറ്ററിൽ തൃപ്പൂണിത്തറയിൽ പരമാവധി അനുവദിക്കാനാവുക ഈ 3 മീറ്റർ അകലമുണ്ടെങ്കിൽ 7 ആനകളെ മാത്രമായിരിക്കും. നിലവിൽ 15 ആനകളെ എഴുന്നള്ളിക്കേണ്ട തൃപ്പൂണിത്തറയിൽ 7 ആനകളെ മാത്രം എഴുന്നള്ളിച്ച് ഉത്സവം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. ഇത് കോടതി വിധിയാണ്. അതുകൊണ്ട് ആ വിധി ലംഘിക്കുക സാധ്യമല്ല. ഇനി ഈ കോടതി വിധിയെ മറികടക്കണമെങ്കിൽ സർക്കാർ ഒരു പുതിയ നിയമനിർമ്മാണം നടത്തണം. മാത്രവുമല്ല, നിലവിൽ 3 മീറ്റർ അകലത്തിൽ ആനകളെ നിർത്തിയാൽ ഇത്രയും അകലം 2 ആനകൾ തമ്മിൽ ഉണ്ടാവുകയും ആ ആനയുടെ എഴുന്നള്ളത്തും അതുമായി ബന്ധപ്പെട്ട കുടമാറ്റവും പതിവ് ഭംഗി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമെന്നുള്ളതാണ് പൂരപ്രേമികളുടെയും ഒരു പ്രധാനപ്പെട്ട ആശങ്ക. മാത്രവുമല്ല, ആനകളും കാണികളും തമ്മിലുള്ള അകലം 8 മീറ്റർ ആയിരിക്കണം എന്നുള്ളതാണ്. ആനയുടെ തൊട്ടടുത്തേക്ക് പോയി ഏതെങ്കിലും തരത്തിൽ പൂരമോ ആന എഴുന്നള്ളത്തോ ആസ്വദിക്കാൻ കഴിയില്ല. 8 മീറ്റർ ദൂരത്തിലായിരിക്കണം ആനകളും കാണികളും തമ്മിൽ ഉണ്ടാകേണ്ടത്. ഇത്തരം ആനകളെ ചങ്ങലക്കെട്ടിൽ ബന്ധിച്ച് കാണുന്നതാണോ നിങ്ങൾക്ക് ആനപ്രേമം എന്നുകൂടി കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും ആനയും കാണികളും തമ്മിൽ 8 മീറ്റർ വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം നടക്കുന്ന പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ചെറുപൂരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലുമൊന്നും ആ രീതിയിൽ ആനയെ എഴുന്നള്ളിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. കോടതിയുടെ മറ്റു നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും ഹൈക്കോടതി തിരുത്താൻ പോകുന്നില്ല. ഈ വിധി ദൂരവ്യാപകമായ ഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആന എഴുന്നള്ളിപ്പ് അനിവാര്യ മതാചാരമല്ല എന്നാണ് പറയുന്നത്. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാകുമോ എന്ന വിമർശനകരമായൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഇളവുകൾ തേടുന്നവർ കോടതിയെ ബോധ്യപ്പെടുത്തുകയും വേണം. പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. ആളുകളുടെ സുരക്ഷിതത്വം പരിഗണിക്കണം. ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്നത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും വേണം. എഴുന്നള്ളിപ്പിന് വേണ്ടിയുള്ള വാദങ്ങൾ പരിഹാസ്യമാണ്. ആനകളുടെ 35% ഇല്ലാതായില്ലേ എന്ന് കോടതി. കുട്ടികളെയും കുടുംബാംഗത്തെയും പോലെ സംരക്ഷിക്കണം. 5 വർഷത്തിനുള്ളിൽ ആനകൾ ഇല്ലാതാകും. ഇങ്ങനെ പോയാൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട ആനകളെ കണ്ടാണോ ആസ്വാദനമെന്നും കോടതിയുടെ പരിഹാസമുണ്ടായി ഈ വിധിയുടെ വേളയിൽ. ചുരുക്കത്തിൽ തൃപ്പൂണിത്തറയിലും മറ്റു ക്ഷേത്രങ്ങളിലും 2 ആനകളുടെ ദൂരം 3 മീറ്റർ അകലം വേണമെന്നും ആനകളും കാണികളും തമ്മിലുള്ള അകലം 8 മീറ്റർ വേണമെന്നുമുള്ള ഹൈക്കോടതി വിധിയിൽ പല എഴുന്നള്ളത്തുകളും മുടങ്ങുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടി വരും. അത് ആചാരത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ അങ്ങനെ ഒരു എഴുന്നള്ളത്തിന് സാധ്യതയില്ലാതാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ പൂരത്തിലടക്കം വലിയ രീതിയിലുള്ള ആശങ്കകളിലും കരിനിഴൽ വീഴ്ത്തുകയും ചെയ്യുന്ന കോടതി വിധിയാണ്. എന്നാൽ ആ വിധിയെ ഇനി എങ്ങനെ മറികടക്കാം എന്നതാണ് സർക്കാരിൻ്റെ ആലോചന.